കേരളത്തിലെ ചില സാംസ്കാരിക നായകന്മാർ പുതിയ ഒരു ഗവേഷണം കണ്ടുപിടിച്ചത് നെഹ്റുവിന്റെ ചായ ഒരാൾ ഇങ്ങ് കേരളത്തിൽ എറണാകുളത്ത് വടശ്ശേരി തറവാട്ടിൽ ജനിച്ചിരിക്കുന്നു. അയാളുടെ പേര് വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ എന്നാണത്രേ. കൽപ്പറ്റ നാരായണ മാഷിനെ പോലെ പ്രഗത്ഭരായ മനുഷ്യർക്ക് അങ്ങനെ തിരിച്ച് മറുപടി പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആ ഘട്ടത്തിൽ പലരും പ്രതികരിച്ചില്ല. എന്നാൽ ഇന്ന് കൽപ്പറ്റ നാരായണ മാഷിനെ പോലെയുള്ള പ്രഗത്ഭർക്ക്, അതുപോലെ തന്നെ ന്യായീകരണത്തിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നവർക്ക് വേണമെങ്കിൽ VD സതീശനെ നോക്കിയിട്ട് ഒരു കാര്യത്തിൽ ആത്മസന്തോഷം അണിയാം. കോൺഗ്രസിൽ ജനിച്ചു പിറന്ന് കോൺഗ്രസിനെ സംഘടിപ്പിച്ച ഒരാളുമായും VD സതീശന് ബന്ധമില്ലെങ്കിലും VD സവർക്കർ എന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത നമ്പർ 1 രാജ്യവിരുദ്ധനോട് VD സതീശന്റെ എല്ലാ പെരുമാറ്റത്തിനും രൂപത്തിനും ഭാവത്തിനും സംസാരത്തിനും നിലപാടിനും ഒരമ്മ പെറ്റ മക്കളുടെ സാദൃശ്യമുണ്ടെന്ന് കോൺഗ്രസുകാരെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നല്ലപോലെ അഭിമാനിക്കാം. ചിലർ പറയുന്നത് VD സതീശനെ ന്യായീകരിക്കാൻ ഇപ്പൊ പറയുന്നത് VD സതീശൻ അങ്ങനെ നുണ പറയുന്ന ആളൊന്നുമല്ല എന്നാണ്. ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിൽ പുതിയൊരു പരിപാടി മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പരിപാടി മറ്റൊന്നുമല്ല, ഫാക്ട് ചെക്ക് എന്നാണ് ഇപ്പോ മാധ്യമങ്ങളുടെ പരിപാടി. VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന നുണകൾ, ആ നുണകളുടെ സത്യം എന്താണ് എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കാൻ പ്രൈം ടൈമിൽ പുതിയ പരിപാടികൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ചില ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് അദ്ദേഹം നുണ പറയുന്ന ആളല്ല, അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ചില മറവിയുണ്ട് എന്നാണ്. പൃഥ്വിരാജ് അഭിനയിച്ച ഒരു സിനിമയിലെ കഥാപാത്രമുണ്ട്. കോൺഗ്രസുകാരെ വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി മറവി മത്തായി, നമ്മുടെ മരിച്ചുപോയ പ്രധാനപ്പെട്ട സിനിമാകൾ അഭിനയിച്ച സിനിമയാണ്. മറവി മത്തായിയാണ് VD സതീശൻ എന്ന് വേണമെങ്കിൽ ഈ പുതിയ കാലത്ത് ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസുകാർക്ക് VD സതീശനെ പുകഴ്ത്താം. പക്ഷേ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ വസ്തുതകളെ വളച്ചൊടിക്കുന്ന, തെറ്റായ കാര്യങ്ങൾ പറയുന്ന, ഒരു മടിയുമില്ലാതെ RSS അജണ്ടകൾ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞാനോ നിങ്ങളോ ഈ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് VD സതീശൻ എല്ലാ പൊതുയോഗത്തിലും പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ഭരണം പൂർത്തിയാക്കപ്പെടുന്ന ഘട്ടത്തിലാണ് VD സതീശൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം പോയി പ്രസംഗിച്ചത് നല്ല ഇടതുപക്ഷക്കാരെ കണ്ടാൽ കോൺഗ്രസുകാരെ നിങ്ങൾ ചിരിച്ചു കാണിക്കണം എന്ന്. ആരെ നോക്കിയാൽ ചിരിച്ചു കാണിക്കണമെന്ന് VD സതീശൻ പിന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ഇക്കാലം അത്രയും ഉറച്ചു നിന്ന് അധികാരം കിട്ടാത്തതിന്റെ പേരിൽ, ഏതെങ്കിലുമൊക്കെ അധികാര കസേരകൾ കിട്ടാത്തതിന്റെ പേരിൽ മോഹബന്ധം വന്ന ആരെങ്കിലും ഇടതുപക്ഷത്തുണ്ടെങ്കിൽ അവരെ നോക്കി ചിരിച്ചു കാണിച്ച് വലയിലാക്കി കൊണ്ടുപോകണം എന്നാണ് അന്ന് VD സതീശൻ പ്രസംഗിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു കാര്യം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അധികാരത്തിലെത്തി, UDF അധികാരത്തിലെത്തി 2.5 മാസം കഴിയുമ്പോ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നല്ല ലീഗുകാരുണ്ടല്ലോ, ഇവിടെ പ്രവർത്തിക്കുന്ന നല്ല ലീഗുകാരെ കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മടിയുമില്ലാതെ നിങ്ങൾ മനസ്സ് തുറന്ന് ആ ലീഗുകാരെ നോക്കി ചിരിച്ചു കാണിച്ചോ. ഒന്നാ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ ഇത് അനുഭവിക്കണം എന്നതാണ്. 2, ആ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എഴുതി വെച്ചോ. VD സതീശൻ എന്ന RSSകാരൻ നേതൃത്വം കൊടുക്കുന്ന ഈ UDF ഗവൺമെന്റിനെ ഈ കേരളത്തിനകത്ത് ആദ്യം തള്ളിപ്പറയാൻ പോകുന്നത് അവരെ അധികാരത്തിലെത്തിയത് ഓവർടൈം പണിയെടുത്ത ജമാഅത്ത് ഇസ്ലാമിയും ഈ ലീഗുകാരനായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടതില്ല. ലീഗുകാരന് തടിക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ലീഗുകാരന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാർ ഞമ്മന്റെ സർക്കാരല്ല, അത് മറ്റേ RSSകാരന്റെ സർക്കാരാണ് എന്ന് സ്വർഗത്തിലേക്ക് വിസയും എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ലീഗുകാരൻ. എന്റെ ലീഗുകാരാ, VD സതീശൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇനി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ RSSന്റെ ആഫീസിൽ പോയിട്ട് വിസമതിക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലെ ലീഗുകാരന് വന്നിരിക്കുന്നതെന്ന് ഒന്ന് ഓർത്താൻ നന്നായി. മതവിശ്വാസങ്ങളെ, ദൈവത്തെ, ആരാധനാലയങ്ങളെ, ആരാധനാ സ്വഭാവങ്ങളെ, വിശ്വാസങ്ങളെ, ഈ രാജ്യത്തിന്റെ ഭരണത്തെ നിലനിർത്താൻ വേണ്ടി പലവിധ രൂപങ്ങളിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഉപയോഗപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. ഇന്ന് ദൈവത്തെ കൂട്ടുപിടിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നവർ ഓർത്തെടുക്കേണ്ട ഇന്ത്യയുടെ മനോഹരമായ ഒരു ചരിത്രം. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കപ്പെടുന്ന രംഗമാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കപ്പെടുമ്പോൾ വളരെ വിശദമായൊരു ചർച്ച ആ ആമുഖം തയ്യാറാക്കുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടക്കുന്നുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിന്റെ പ്രപ്പോസൽ ആ കമ്മിറ്റിയിൽ വെക്കുകയാണ്.
ആ കമ്മിറ്റിയിൽ വെക്കപ്പെടുന്ന നിർദ്ദേശം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്ന, ഇന്ന് ഞാൻ നിങ്ങളും വായിക്കുന്ന കാണുന്ന ഇന്ത്യൻ ഭരണഘടനാമുഖമാണ്. ആ ഭരണഘടനാ നിർമ്മാണ സഭയിലാണ് HV കമ്മത്ത് എന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു അംഗം എഴുന്നേറ്റ് നിന്ന് ഈ വെച്ച നിർദ്ദേശത്തിനെതിരായി ഒരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അന്ന് HV കാമത്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശം ദൈവത്തിന്റെ നാമത്തിൽ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കണം എന്നാണ്. ദൈവമാണ് പരമാധികാരിയും പരമമായ സത്യവും. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിലായിരിക്കണം ഇന്ത്യൻ ഭരണഘടനാമുഖം ആരംഭിക്കേണ്ടത്. അന്ന് ആ നിർദ്ദേശം വോട്ടിടുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ചെയ്തത്. ഇന്ന് ദൈവത്തെ കൂട്ടുപിടിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ദൈവവിശ്വാസത്തെ ഭരിക്കാനുള്ള ഉപകരണമായി പ്രയോജനപ്പെടുത്തുന്നവർ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ പരാജയപ്പെടുത്തിയതിന്റെ ചരിത്രം ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് അവകാശപ്പെടാനുണ്ടെങ്കിൽ ദൈവത്തെ കൂടി പരാജയപ്പെടുത്തിയ രാജ്യത്തിന്റെ പേര് എന്റെയും നിങ്ങളുടെയും ഇന്ത്യയാണ് എന്ന് നമ്മുടെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്ന് 68 വോട്ടിനെതിരെ 41 വോട്ടിന് ദൈവം പരാജയപ്പെടുകയും ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന ആപ്തവാക്യം പരാജയപ്പെടുകയും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ സൗന്ദര്യത്തെ ലോകത്തിന് മുന്നിൽ പ്രകടമാക്കുന്ന വാചകം പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് ഒരു സമരത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ solemnly resolved to constitute India as a sovereign, socialist, secular, democratic republic എന്ന ഏറ്റവും മനോഹരമായ ഇന്ത്യൻ ഭരണഘടനാമുഖം രചിക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ഭരണഘടന രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഈ ജനാധിപത്യവും മതനിരപേക്ഷതയും സോവറിനിറ്റിയും എല്ലാം ഭീകരമായി ആക്രമിക്കപ്പെടുന്നത്. ഭരണഘടനയിലെ അവകാശങ്ങളെല്ലാം ഇന്നും നമ്മുടെ മുന്നിൽ കണ്ണുമിഴിച്ച് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ആശയങ്ങളെ, ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളെ എങ്ങനെ ഇല്ലാതാക്കണം എന്നതാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഗവേഷണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ പ്രസംഗം 1949 നവംബർ മാസം 25-ാം തീയതി ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തുമ്പോ അന്ന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട വാചകങ്ങളിൽ ഒന്ന്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതോടുകൂടി ഒരു മനുഷ്യൻ ഒരു വോട്ട് ജനാധിപത്യത്തിൽ തുല്യ പങ്കാളിത്തം നിറവേറ്റപ്പെടുകയാണ്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നു, അംബേദ്കറുടെ വാക്കുകളാണ്, ഇന്ത്യൻ ജനാധിപത്യം നിലവിൽ വരുമ്പോഴും ഒരാൾക്ക് ഒരു വോട്ട് ഒരു മൂല്യമെന്ന ജനാധിപത്യ അവകാശം നിറവേറ്റപ്പെടുമ്പോഴും സാമൂഹികമായ തുല്യത ഈ രാജ്യത്തുണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴും ഭയചിന്തയോടെ നോക്കിക്കാണുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷക്കാലം പിന്നിടുമ്പോഴും രാഷ്ട്രീയ സ്വാതന്ത്ര്യം 1947 ലഭിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം ഇന്നും ഇന്ത്യയിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് അന്യമായി നിൽക്കുന്നു എന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുകയാണ്. സാമൂഹികമായ വിവേചനങ്ങളുടെ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ബോധപൂർവമായി രാജ്യം ഭരിക്കുന്നവർ പരിശ്രമിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തെ ദളിതർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, രാജ്യത്തെ പിന്നോക്കക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദളിതരായി ജനിച്ചു വീണാൽ പിന്നോക്കം പോകുന്നത് ജനിച്ചു വീണ് പോയാൽ ജീവിക്കുവാൻ ഇന്ത്യയിൽ അവകാശമില്ലെന്ന് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണകൂടം തന്നെ പ്രഖ്യാപിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുകയാണ്. രോഹിത് വെമുലയെ നിങ്ങളിൽ പലർക്കും പരിചയമുള്ളതാവും. 2017 ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് PhD അഡ്മിഷൻ ലഭിച്ച് PhD ഗവേഷണ പ്രബന്ധം അതിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് രോഹിത് വെമുല എന്ന ഒരു ചെറുപ്പക്കാരന്, ഗവേഷണ വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ കുറിപ്പ് രാജ്യത്താകെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ വാചകം രോഹിത് വെമുല എഴുതുന്നത് മൈ ബർത്ത് വാസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്നാണ്. എന്റെ ജനനമാണ് എന്റെ ജീവിതത്തിലുണ്ടായ മാരകമായ അപകടം. അതിനെ തുടർന്ന് മറ്റൊരു വാചകം കൂടി ആത്മഹത്യാ കുറിപ്പിൽ ഈ വിദ്യാർത്ഥി എഴുതുന്നുണ്ട്, they have reduced me into my primary identity. നിങ്ങൾ ആലോചിക്കേണ്ടത്, എല്ലാ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളോടും പടപൊരുതിയ ഒരു സാധാരണ ദളിത് കുടുംബത്തിൽ ജനിച്ച വിവേചനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണം, വിജയമുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിന്റെ ഭാഗമായി ഈ പ്രതികൂലമായ സാഹചര്യങ്ങളോടെല്ലാം പടപൊരുതി തന്റെ പ്രൈമറി വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി UGയും PGയും പഠിച്ച് ഗവേഷണത്തിന് രാജ്യത്തെ ഒരു സെൻട്രൽ സർവകലാശാലയിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയേണ്ടി വരുന്നത്, അവരെന്നെ എന്റെ പ്രാഥമികമായ
സത്വത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നു എന്ന്. അവന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിലേക്കല്ല ഭരണാധികാരികളുടെ കണ്ണുപോയത്, അവന്റെ PG സർട്ടിഫിക്കറ്റുകളിലേക്കല്ല ഭരണാധികാരികൾ ഉറ്റുനോക്കിയത്. അവന്റെ ജീവിത സാമൂഹ്യ സാഹചര്യത്തിൽ അവനൊരു ദളിതനാണ് എന്ന കണ്ടെത്തലാണ് അവനെ വിവേചനത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ ഭരണകൂടം ഉപാധിയായി തെളിഞ്ഞെടുത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം പേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ന് നയിക്കുന്ന മനുഷ്യന്റെ പേര് മല്ലികാർജുൻ ഖാർഗെ എന്നാണ്. കർണാടകയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചു വളർന്ന രാഷ്ട്രീയ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. രാഷ്ട്രീയമായ വിയോജിപ്പ് മല്ലികാർജുൻ ഖാർഗെയോട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷത്തിനുമെല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം ജനിച്ചു വീണ ജീവിത സാഹചര്യത്തെ, ദളിതനാണ് എന്ന അദ്ദേഹത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ, അദ്ദേഹം രാംലീല മൈതാനത്ത് പങ്കെടുത്ത ഒരു യോഗത്തിന് ശേഷം ആ മൈതാനം ശുദ്ധീകരിക്കാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാന പ്രവർത്തകർ അവിടെ പുണ്യാഹം തെളിച്ച് യാഗം നടത്തുന്ന കാഴ്ച എന്റെയും നിങ്ങളുടെയും ഇന്ത്യയിൽ എങ്ങനെയാണ് നാം നോക്കിക്കാണുന്നത് എന്ന് അത്ഭുതത്തോടെ നാം ചോദിച്ചു പോവുകയാണ്. സഖാവ് പിണറായി വിജയനെ കാണുമ്പോൾ കരിങ്കൊടി കാണിക്കാനും സഖാവ് പിണറായി വിജയനെ കാണുമ്പോൾ കോരിത്തരിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്, ഒരു കോൺഗ്രസ്സുകാരന് സ്വന്തം അഖിലേന്ത്യാ പ്രസിഡന്റിന് നേരിടേണ്ടി വന്ന ഈ വിവേചനത്തിനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഈ വർത്തമാനകാല ഇന്ത്യയിൽ നട്ടലില്ലാതെ പോകുന്നിടത്താണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഭീഷണിയുടെ ആഴവും വലിപ്പവും ഞാനും നിങ്ങളും തിരിച്ചറിയുന്നത്. ഒരൊറ്റ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കൈ ആകാശത്തേക്ക് ഉയർന്നില്ല. RSSകാരൻ യാറ്റും ഭരണകൂടം തന്റെ സ്വന്തം അഖിലേന്ത്യാ പ്രസിഡന്റിനെ വിവേചനപൂർണമായ സമീപനം സ്വീകരിക്കുമ്പോ RSSന് മുന്നിൽ മുട്ടുവിറയ്ക്കുന്ന ഇവരാണ് ഈ കേരളത്തിനകത്തിറങ്ങി വർഗീയതക്കെതിരായ വർത്തമാനം പറയുന്നതെന്ന് നിഷ്കളങ്കരായ മനുഷ്യരെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കതിന്റെ ഉത്തരം ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. വിവേചനങ്ങളുടെ ഇന്ത്യയായി എന്റെയും നിങ്ങളുടെയും ഇന്ത്യ മാറുകയാണ്. ഒരു വിദ്യാർത്ഥി ഉമർ ഖാലിദ് തന്റെ ജയിൽ ജീവിതം ആരംഭിച്ച് 5 വർഷം ഈ സെപ്റ്റംബറിൽ കഴിയാൻ പോവുകയാണ്. ഉമർ ഖാലിദ് തീവ്രവാദിയാണ് എന്നാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പറയുന്നത്. അവൻ മുസൽമാൻ ആയതുകൊണ്ടാണ് അവൻ ജയിലിനകത്ത് അടക്കപ്പെട്ടത് എന്ന് ഉമർ ഖാലിദിനെ അനുകൂലിക്കുന്നവർ പറയുന്നു. രാജ്യത്ത് ഒരു മനുഷ്യനെ തടവിലാക്കി വിചാരണ കൂടാതെ 5 വർഷക്കാലം ജയിലിലടക്കുമ്പോ കുറ്റവാളിയാണെങ്കിൽ വിചാരണ നടത്തി ശിക്ഷിക്കാനുള്ള സാമാന്യമായ മര്യാദ പോലും രാജ്യം ഭരിക്കുന്നവർ കാണിക്കാതിരിക്കുമ്പോ ഉമർ ഖാലിദിന് വേണ്ടി സംസാരിക്കുന്നവരെ തീവ്രവാദികളാക്കി മുദ്രകുത്താൻ രാജ്യം ഭരിക്കുന്നവർ പരിശ്രമിക്കുകയാണ്. കോൺഗ്രസ്സുകാരെ ഒരുപക്ഷെ അതുപോലെ നിങ്ങൾക്ക് പേടിപ്പിക്കാൻ കഴിയും. കാരണം രാഹുൽ ഗാന്ധി 5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഉമർ ഖാലിദ് എന്ന പേര് പറഞ്ഞിട്ടേ ഇല്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഓരൊറ്റ നേതാക്കന്മാർ ഉമർ ഖാലിദിന് വേണ്ടി ഒരു ശബ്ദവും ഈ രാജ്യത്ത് ഉയർത്തിയിട്ടില്ല. കാരണം ഉമർ ഖാലിദിന് വേണ്ടി സംസാരിച്ചാൽ അവനൊരു മുസ്ലിം ആയതുകൊണ്ട് അവന് വേണ്ടി സംസാരിക്കുന്നവരെ പോലും തീവ്രവാദിയാക്കാൻ ഇവിടുത്തെ ഭരണകൂടം അങ്ങനെ സർവസജ്ജമായി നിൽക്കുകയാണ്. അവിടെ ഇടതുപക്ഷം ഒരു ഭയലേശവുമില്ലാതെ രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, രാജ്യത്തെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ തീവ്രവാദികളായി ചാപ്പകുത്തി ജയിലിനകത്തടച്ചാൽ അവന് വേണ്ടി ചോദിക്കുക എന്ന ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിന്റേത് കൂടിയാണ് എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടതല്ലേ. നിങ്ങൾ നോക്കൂ, രാജ്യത്തെ ഇടതുപക്ഷം ഇങ്ങനെ വിവേചനപൂർണമായി ഈ രാജ്യത്ത് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യന് വേണ്ടി ശബ്ദമുയർത്തുന്ന എത്രയോ വേളകൾ ഈ വർത്തമാനകാല ഇന്ത്യയിൽ നിരന്തരം ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. സാമൂഹികമായി വേർതിരിക്കപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർ പ്രതികരിക്കുന്നവരെ തീവ്രവാദികളായി രാജ്യദ്രോഹികളായി ചാപ്പകുത്തുന്ന ഒരു ഭരണകൂടം ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു സംശയവുമില്ലാതെ രാജ്യത്തോട് ഡിവൈഎഫ്ഐ നടത്തുന്ന ഏറ്റവും വ്യക്തതയാർന്ന സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും തെളിമയാർന്ന പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധതക്കെതിരെ, മതനിരപേക്ഷതയെ ഇല്ലാതാക്കുന്ന നിലപാടിനെതിരെ പ്രതികരിക്കുന്ന മനുഷ്യരെ, പ്രതിരോധം സൃഷ്ടിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ തീവ്രവാദിയായി മുദ്രകുത്താൻ നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾക്കുള്ള മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ഈ ചാപ്പകൾ ഒന്നിനെയും ഭയപ്പെടാതെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഇവിടെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും തെളിമയാർന്ന പ്രഖ്യാപനം. ഇന്ത്യയിലെ സാമ്പത്തികമായ വിവേചനങ്ങളുടെ കേന്ദ്രമായി ഈ കാലമത്രയും മാറിയില്ലേ? ഇന്ത്യയിൽ സാമ്പത്തികമായി മനുഷ്യർ നേരിടുന്ന വിവേചനത്തിന് പരിധികളില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളി സമരങ്ങൾ, കർഷക സമരങ്ങൾ,
കർഷക തൊഴിലാളി സമരങ്ങൾ സാമ്പത്തിക വിവേചനം അനുഭവിക്കുന്ന മനുഷ്യന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ വിവേചനങ്ങൾക്കെതിരെ, സാമ്പത്തിക വിവേചനങ്ങൾക്കെതിരെ അതിശക്തമായ സമരമാവുക എന്നതാണ് ഇന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യപരമായ സംവാദമെന്ന് മനസ്സിലാകുന്നിടത്താണ് എന്താണ് വർത്തമാനകാല ഇന്ത്യയിലെ സമരങ്ങളുടെ പ്രസക്തി എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഇടതുപക്ഷക്കാരൻ സമരം നടത്തുമ്പോൾ ചിലർക്ക് ഇവിടെ പുച്ഛമാണ്. ഡിവൈഎഫ്ഐക്കാർ ചില സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ ചിലർക്ക് അതിനോട് മുഖം തിരിഞ്ഞ സമീപനമാണ്. കോൺഗ്രസുകാർക്കും ഈ സമീപനത്തിൽ വ്യത്യസ്തതയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഞാൻ ഓർത്തെടുക്കുന്നത്, തോമസ് ഐസക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമേശ് പിഷാരടിയും തമ്മിലുണ്ടായ ഒരു ആശയ സംവാദത്തിനിടയ്ക്കാണ് തോമസ് ഐസക്കിനോട് കോൺഗ്രസുകാരനായ രമേശ് പിഷാരടി പറയുന്നത്, ഐസക് സഖാവിനെ പോലെ സമരം ചെയ്തതിന്റെ പാരമ്പര്യമല്ല എന്റെ പാരമ്പര്യം എന്ന്. എവിടെ നിന്നാണ് കോൺഗ്രസുകാരനായ ഒരു മനുഷ്യന് ഈ സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമരമോ അല്ല എന്റെ പാരമ്പര്യം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായത് എന്ന് ചോദിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് നട്ടലുണ്ടെങ്കിൽ അവരാണ് എന്നവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ എന്താണ് നമ്മുടെ പാരമ്പര്യം എന്ന് നാം ഓർമ്മപ്പെടുത്തേണ്ടത്? RSSകാർ പറയുന്നത് ആർഷഭാരത സംസ്കാരമാണ് ഇന്ത്യൻ പാരമ്പര്യം എന്നാണ്. ഇന്ത്യൻ വൈഭവത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ RSS പ്രവർത്തിക്കുന്നത് എന്നാണ്. ആ വൈഭവം എന്താണ് എന്നത് RSSന്റെ ചരിത്രം പഠിച്ചാൽ എനിക്ക് നിങ്ങൾക്കും ബോധ്യപ്പെടുന്നതാണ്. ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്യുക, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കുക, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യന്റെ സ്വാതന്ത്ര്യത്തെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്തുക, ഇതാണ് RSSന്റെ വൈഭവം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ സമരങ്ങൾ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കിനെ ഇന്നും നാം ആവേശത്തോടെ ഓർത്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പിൽക്കാലത്ത് മഹാത്മാഗാന്ധി ഉൾപ്പെടെ പ്രവർത്തിച്ച കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വയലാർ മനോഹരമായ ഒരു കവിത അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എഴുതുന്നത്. സംസ്കാരത്തിന്റെ നാളങ്ങൾ എന്നാണ് ആ കവിതയ്ക്ക് അദ്ദേഹം പേര് കൊടുക്കുന്നത്. എന്താണ് നമ്മുടെ സംസ്കാരം? സംസ്കാരത്തെ പറ്റി ആവേശം കൊള്ളുന്ന മനുഷ്യരോടാണ് വയലാർ പറഞ്ഞത്, നിന്റെ സംസ്കാരം സമരങ്ങളുടെ സംസ്കാരമാണ് എന്ന്. ആ കവിത ഇങ്ങനെയാണ് വയലാർ ആരംഭിക്കുന്നത്. കയറ് പിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ. ആ കഥ പറയുമ്പോൾ അഭിമാനിക്കാൻ എന്നുടെ നാടിന് വകയില്ലേ. കയറ് പിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ. ആ കഥ പറയുമ്പോൾ അഭിമാനിക്കാൻ എന്നുടെ നാടിന് വകയില്ലേ. കയറ് പിരിക്കുന്നവർ, കശുവണ്ടി തല്ലുന്നവർ, ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ, കർഷകർ, വീട് തെറുപ്പ് തൊഴിലാളികൾ, അങ്ങനെ ഏറ്റവും മഹാസാമാന്യം വരുന്ന മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങളിൽ നിന്നും അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമായ ഇന്ത്യയിൽ നിന്നാണ് ജനാധിപത്യത്തിന് വേണ്ടി നാം വാദിക്കുന്നത് എന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇന്ന് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം അത് സമരമാവുക എന്നത് മാത്രമാണ്. ആ സമരമാണ് ഇന്ന് രാജ്യത്തെമ്പാടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ വിദ്യാർത്ഥികൾ നടത്തിയ ആവേശകരമായ ഒരു പോരാട്ടത്തെ രാജ്യമാവെ ആവേശകരമായി തന്നെ കാണുന്നത് ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ചിലർ പറയുന്നത് ഇടതുപക്ഷം എന്ത് പങ്കാണ് ഈ കേരളത്തിലും രാജ്യത്തും ഭരണകൂടത്തിനെതിരെ നിർവഹിക്കുന്നത്? ഡിവൈഎഫ്ഐ വല്ല പങ്ക് നിർവഹിക്കുന്നുണ്ടോ? SFI വല്ല പങ്ക് നിർവഹിക്കുന്നുണ്ടോ? കർഷക സംഘമോ കർഷക തൊഴിലാളി യൂണിയനോ CITO വല്ല പങ്ക് നിർവഹിക്കുന്നുണ്ടോ? ഇതാ വിദ്യാർത്ഥികൾ സംഘടിച്ചതാ വലിയൊരു സമരം രാജ്യത്ത് നടത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം ആവേശകരമായി മാറുമ്പോ ഇടതുപക്ഷത്തിന്റെ അപ്രസക്തിയാണ് ഈ സമരത്തിലൂടെ കാണിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാനാണ് പലർക്കും ആ സമരത്തിന് മുന്നിലും ആ സമരത്തിന്റെ ഘട്ടത്തിലും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൊതിയെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്ത് സമരത്തിന്റെ ഒരേഴിലും പങ്കെടുക്കാതെ ഇന്ന് വിട്ടുനിൽക്കുന്ന കോൺഗ്രസുകാരാണ് ആ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവാഹകരെന്ന് കൂടി ഞാനും നിങ്ങളും ബോധ്യപ്പെടണം. നിങ്ങൾ ജൻസി സമരത്തിൽ ആവേശം കൊള്ളുന്നതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഞങ്ങളും കൂടി ഭാഗവാക്കായ സമരമാണ് ജൻസി സമരം. പക്ഷേ ജൻസി സമരത്തിൽ ആവേശം കൊള്ളുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ ജൻസി സമരം നടക്കുന്നതിന് 6 വർഷം മുമ്പ് രാജ്യത്തെ പിടിച്ചുലച്ച മറ്റൊരു സമരം ഈ രാജ്യത്ത് നടന്നിരുന്നില്ലേ? ജൻസി സമരത്തിൽ ആവേശം കൊള്ളുന്ന ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ആ ജൻസി സമരം രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിന് 6 വർഷക്കാലം മുമ്പ് 1 വർഷവും 15 ദിവസവും നീണ്ടുനിന്ന ഒരു മഹാപോരാട്ടത്തിന്
ഈ രാജ്യത്തിന്റെ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് നിങ്ങളേവരും മറന്നുപോയിരിക്കുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്തവർ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരായിരുന്നില്ലേ? ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കൃഷിഭൂമിയിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ച്, വീടുകൾ ഉപേക്ഷിച്ച്, വാസസ്ഥലങ്ങളും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച്, ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് പ്രയാണം ചെയ്ത രാജ്യത്തെ കർഷകരെ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഈ രാജ്യത്തെ തലസ്ഥാനത്ത് വെയിലും മഞ്ഞും മഴയുമേറ്റ് ഒരു വർഷവും 15 ദിവസവും സമരമുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തെരുവോടെ തന്തിവിറങ്ങിയ ആ കർഷകരെ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ആ കർഷകരിൽ അനേകായിരം വരുന്ന മനുഷ്യർ കൊടും തണുപ്പത്ത് മരിച്ചു വീണുപോയി. ആ മരിച്ചു വീണുപോയ മനുഷ്യരെ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ജൻസി പ്രക്ഷോഭത്തിൽ ആവേശം കൊള്ളുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടത്, ഒരു വർഷവും 15 ദിവസവും രാജ്യത്തിന്റെ തലസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയ ആ സമരത്തിന് മുന്നിലാണ് 6 വർഷക്കാലം മുടിചൂടാമനെ പോലെ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി ആദ്യമായി മുട്ടുമടക്കിയതെന്നും, അങ്ങനെ നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി മുട്ടുമടക്കിയ ഐതിഹാസികമായ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത കർഷകരുടെ കയ്യിലുണ്ടായിരുന്ന പതാക ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ വിമോചന പതാകയായ ചെങ്കൊടിയായിരുന്നെന്നും ഈ ഇന്ത്യക്ക് മറക്കാൻ കഴിയുന്നതാണോ? ആ കർഷക സമരത്തിന്റെ തുടർച്ചയാണ് ഇന്ന് രാജ്യത്ത് നടന്ന ഏറ്റവും പ്രതീകാത്മകമായ വിദ്യാർത്ഥി സമരമെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയുന്നത്? ആ കർഷക സമരത്തിന്റെ തുടർച്ചയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ, നൂറുകണക്കിന് നഗരങ്ങളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ വ്യാവസായിക നഗരങ്ങളിൽ, ഫാക്ടറികളിൽ തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ യോഗം നടക്കുന്ന ഇതേ വേളയിൽ നൂറുകണക്കിന് ഫാക്ടറികളിൽ രാജ്യത്തെ തൊഴിലാളികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമരം ചെയ്യുന്ന തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യയിൽ അവരുടെ തൊഴിലവകാശങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷണം കൂടിയാണ്. അവിടെയാണ് ജൻസി പ്രക്ഷോഭം, വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം ഏറ്റവും വലിയ ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീക്ഷയും പ്രതീകവും ആവുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ ജൻസി പ്രക്ഷോഭത്തിനെതിരെ നരേന്ദ്രമോദി ഗവൺമെന്റ് വെടിയുതിർക്കാതിരുന്നത് എന്ന്. പലരും പറയുന്നത്, വളരെ ദയാശാലുവാണ് നമ്മുടെ പ്രധാനമന്ത്രി, ദയാശാലുവായതുകൊണ്ടും രാജ്യത്തെ വിദ്യാർത്ഥികളോട് പ്രത്യേകമായ സ്നേഹമുള്ളത് കൊണ്ടുമാണ് വെടിയുതിർക്കാത്തത് എന്നാണ് ഇപ്പോ BJP-ക്കാർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അറിയേണ്ടത്, ആ പ്രക്ഷോഭത്തിന് നേരെ നരേന്ദ്രമോദി വെടിയുതിർക്കാത്തതിന് ഒരൊറ്റ കാരണമാണ് രാജ്യത്ത് അവശേഷിക്കുന്നത്. ആ സമരത്തിൽ പങ്കെടുത്തതിൽ നേതൃത്വം കൊടുത്തവരിൽ BJP-ക്കാരന്റെ, RSS-കാരന്റെ മക്കളും ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ആ സമരത്തിന് നേരെ വെടിയുതിർക്കാൻ കഴിയാതെ പോയത്. സ്വന്തം കുടുംബങ്ങളിലെ കുട്ടികൾ പോലും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുന്ന വിപുലമായ കാഴ്ച ഈ സമരത്തിൽ ഞാനും നിങ്ങളും കണ്ടു. ആ സമരത്തിന്റെ ന്യായത മറയ്ക്കാൻ ഇപ്പോ പുതിയ നമ്പറുമായി RSS ഇറങ്ങിയിരിക്കുന്നു. അതാണ് ഇന്ന് രാജ്യത്ത് ഇറങ്ങി കയറിക്കൊണ്ടിരിക്കുന്ന വന്ദേ മാതരം എന്ന പുതിയ നാടകം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വന്ദേ മാതരത്തിന് വിപുലമായ ഒരു ചരിത്രമുണ്ട്. 1880 ആനന്ദമഠിൽ പ്രത്യക്ഷപ്പെടുന്ന വന്ദേ മാതരം, നിങ്ങൾ അതിന്റെ ചരിത്രം പഠിച്ചാൽ ആദ്യത്തെ 2 പതിപ്പുകളിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠ് എന്ന നോവൽ പുറത്തിറക്കുമ്പോ അതിൽ അപ്പോസ്ട്രോഫി കോമയ്ക്കകത്ത് ഉൾപ്പെടുത്തപ്പെട്ട വരികളാണ് ആദ്യത്തെ 12 വരികളെന്നും, പിന്നീട് കൂട്ടിച്ചേർത്ത 13 മുതൽ 27 വരെ വരികൾ ഇന്ന് RSS നിർബന്ധമായി പാടണമെന്ന് പറയുന്ന വരികൾ പിന്നീട് കഥയ്ക്കനുസൃതമായി കൂട്ടിച്ചേർത്തതാണെന്നും ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഒരു കാര്യം രാജ്യത്തെ നാം ഓർമ്മപ്പെടുത്തണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഉൾക്കൊണ്ടത് വന്ദേ മാതരത്തിലെ ആദ്യത്തെ 12 വരികൾ മാത്രമാണ്. അതുകൊണ്ടാണ് 1937 കോൺഗ്രസ് സമ്മേളനത്തിലും 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴും ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിക്കപ്പെടുമ്പോ ആദ്യത്തെ 12 വരികൾ മാത്രം അതിൽ അംഗീകരിക്കപ്പെട്ടത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കേന്ദ്രത്തിൽ വന്ദേ മാതരം മുഴുവനായി പാടി ഉൾപ്പുളകം കൊള്ളുന്ന ഒരു കൂട്ടരെ ഞെട്ടലോടെ വർത്തമാനകാല ഇന്ത്യ നോക്കി നിന്നില്ലേ? നിർഭാഗ്യവശാൽ ആ കൂട്ടം കോൺഗ്രസിന്റെ കൂട്ടമായി പോയില്ലേ? എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ ചങ്ങാതിമാരെ, നിങ്ങളെ ഞാൻ ചരിത്രമൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ 1937 കോൺഗ്രസിന്റെ മഹാസമ്മേളനം വിളിച്ചു ചേർക്കപ്പെടുമ്പോ ആ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് 5 മനുഷ്യർ കൂടിയിരുന്ന് ഒരാലോചന നടത്തുന്നുണ്ട്. ആ 5 മനുഷ്യരിൽ ഒരാൾ മഹാത്മാഗാന്ധി ആയിരുന്നു, മറ്റൊരാൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, മറ്റൊരാൾ സർദാർ വല്ലഭായ് പട്ടേലാണ്, മറ്റൊരാൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും, മറ്റൊരാൾ കൃപാൽജിയുമാണ്.
കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത ധീരോദാത്തരായ 5 പ്രധാനപ്പെട്ട നായകന്മാർ കൂടിയിരുന്ന് അന്നെടുത്ത തീരുമാനമാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ ആ വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 12 വരികൾ മാത്രം പാടിയാൽ മതിയെന്ന്. എന്റെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസുകാരെ, നിങ്ങൾ ഈ രാജ്യത്ത് ഇന്ന് വന്ദേ മാതരം മുഴുവനായി പാടിയതിലൂടെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പുറങ്കാലി കൊണ്ട് അടിച്ചിരിക്കുന്നത്, നിങ്ങൾ കാർട്ടിച്ച് തുപ്പിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിന്റെ, കൃപാലിനിയുടെ, രാജേന്ദ്ര പ്രസാദിന്റെ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രത്തിലേക്കാണ് എന്ന് കോൺഗ്രസുകാരാ നിന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് 12 വരി പാടാൻ തീരുമാനിച്ച കോൺഗ്രസിൽ നിന്ന് ഈ രാജ്യത്തെ RSS അജണ്ടയ്ക്ക് സാഷ്ടാംഗം പ്രണമിക്കുന്ന കോൺഗ്രസിലേക്കുള്ള യാത്രയാണ് 2026-ൽ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന യാത്രയെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒറ്റ കാര്യമാണ് രാജ്യത്തെ കോൺഗ്രസുകാരോട് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് സഹായിച്ചില്ലെങ്കിലും ഈ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഉപദ്രവിക്കാൻ ഇന്ത്യയിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. നിങ്ങൾ ഈ രാജ്യത്തെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ ഇങ്ങനെയുള്ള വൃത്തികെട്ട വശത്തലങ്ങൾ രാജ്യത്തെമ്പാടും കാണിക്കുമ്പോൾ സംയോജിതമായി രാജ്യത്ത് ഉയർന്നു വരേണ്ട പോരാട്ടത്തെയാണ് അത് ദുർബലപ്പെടുത്തുന്നത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ ചില സാംസ്കാരിക നായകന്മാർ പുതിയ ഒരു ഗവേഷണം കണ്ടുപിടിച്ചത്. നെഹ്റുവിന്റെ ചായ ഒരാൾ ഇന്ന് കേരളത്തിൽ എറണാകുളത്ത് വടശ്ശേരി തറവാട്ടിൽ ജനിച്ചിരിക്കുന്നു. അയാളുടെ പേര് വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ എന്നാണത്രേ. കൽപ്പറ്റ നാരായണ മാഷിനെ പോലെ പ്രഗത്ഭരായ മനുഷ്യർക്ക് അങ്ങനെ തിരിച്ച് മറുപടി പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആ ഘട്ടത്തിൽ പലരും പ്രതികരിച്ചില്ല. എന്നാൽ ഇന്ന് കൽപ്പറ്റ നാരായണ മാഷിനെ പോലെയുള്ള പ്രഗത്ഭർക്ക്, അതുപോലെ തന്നെ ന്യായീകരണത്തിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നവർക്ക് വേണമെങ്കിൽ VD സതീശനെ നോക്കിയിട്ട് ഒരു കാര്യത്തിൽ ആത്മസന്തോഷം അണിയാം. കോൺഗ്രസിൽ ജനിച്ചു പിറന്ന് കോൺഗ്രസിനെ സംഘടിപ്പിച്ച ഒരാളുമായും VD സതീശന് ബന്ധമില്ലെങ്കിലും VD സവർക്കർ എന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത നമ്പർ 1 രാജ്യവിരുദ്ധനോട് VD സതീശന്റെ എല്ലാ പെരുമാറ്റത്തിനും രൂപത്തിനും ഭാവത്തിനും സംസാരത്തിനും നിലപാടിനും ഒരമ്മ പെറ്റ മക്കളുടെ സാദൃശ്യമുണ്ടെന്ന് കോൺഗ്രസുകാരെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നല്ലപോലെ അഭിമാനിക്കാം. ചിലർ പറയുന്നത് VD സതീശനെ ന്യായീകരിക്കാൻ ഇപ്പൊ പറയുന്നത് VD സതീശൻ അങ്ങനെ നുണ പറയുന്ന ആളൊന്നുമല്ല എന്നാണ്. ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിൽ പുതിയൊരു പരിപാടി മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പരിപാടി മറ്റൊന്നുമല്ല, ഫാക്ട് ചെക്ക് എന്നാണ് ഇപ്പോ മാധ്യമങ്ങളുടെ പരിപാടി. VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന നുണകൾ, ആ നുണകളുടെ സത്യം എന്താണ് എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കാൻ പ്രൈം ടൈമിൽ പുതിയ പരിപാടികൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ചില ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് അദ്ദേഹം നുണ പറയുന്ന ആളല്ല, അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ചില മറവിയുണ്ട് എന്നാണ്. പൃഥ്വിരാജ് അഭിനയിച്ച ഒരു സിനിമയിലെ കഥാപാത്രമുണ്ട്. കോൺഗ്രസുകാരെ വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി മറവി മത്തായി, നമ്മുടെ മരിച്ചുപോയ പ്രധാനപ്പെട്ട സിനിമാകാരൻ അഭിനയിച്ച സിനിമയാണ് മറവി മത്തായിയാണ് VD സതീശൻ എന്ന് വേണമെങ്കിൽ ഈ പുതിയ കാലത്ത് ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസുകാർക്ക് VD സതീശനെ പുകഴ്ത്താം. പക്ഷേ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ വസ്തുതകളെ വളച്ചൊടിക്കുന്ന, തെറ്റായ കാര്യങ്ങൾ പറയുന്ന, ഒരു മടിയുമില്ലാതെ RSS അജണ്ടകൾ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞാനോ നിങ്ങളോ ഈ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. 21 MLA-മാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിലുണ്ട്. 21 MLA-മാരുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? എന്തായാലും തെരഞ്ഞെടുപ്പിലെ പ്രചരണം രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വർഗീയതയെ നേരിടണമെങ്കിൽ, ഇസ്ലാം മത വിശ്വാസികളുടെ സാമുദായികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് UDF അധികാരത്തിൽ വന്നാലേ ഞങ്ങൾക്ക് സാധിക്കൂ എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്തെ പ്രഖ്യാപിച്ചത്. വളരെ ദയനീയമായി ഞാൻ ലീഗിന്റെ നേതൃത്വത്തോട് ചോദിക്കട്ടെ, VD സതീശൻ എന്ന UDF മുഖ്യമന്ത്രി 21 MLA-മാരുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ക്ലിഫ് ഹൗസിന്റെ അടുക്കളപ്പുറത്തടിപ്പിക്കുന്ന കാഴ്ച ഈ 3 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂണിയൻ മുസ്ലിം ലീഗിനെ അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSകാർ എന്തെല്ലാം ആവശ്യപ്പെടുന്നോ അതെല്ലാം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന സമയക്കുറവ് മൂലം അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വർഗീയതയുടെ നാവായി ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും UDF മാറുന്നു. VD സവർക്കറെ മാറ്റവൽക്കരിക്കാൻ
വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ക്വിസില് ചോദ്യം ഉയർന്നു വരുന്നത് ഇതിന്റെ ഉൽപ്പന്നമാണ്. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി വിട്ടയക്കൂ എന്ന് പോലീസ് ആവശ്യപ്പെടുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ്. വന്ദേ മാതരം മുഴുവനായി പാടണമെന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചീഫ് സെക്രട്ടറി താഴേക്ക് കത്തയക്കുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ്. ഈ കേരളത്തിൽ നടക്കുന്ന തിട്ടൂരങ്ങൾ അതേപടി യാഥാർത്ഥ്യമാക്കുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ്. സെനറ്റുകളിലേക്ക്, സർവകലാശാലകളിലേക്ക് ആർഎസ്സുകാരെ നിയമിക്കുമ്പോൾ നിശബ്ദമായി അംഗീകാരം കൊടുക്കുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ്. കോൺഗ്രസുകാർ തന്നെ വിമർശനം ഉന്നയിച്ചതുപോലെ രാജ്യത്തെ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തീരുമാനിക്കുന്നതിൽ ആർഎസ്എസ് പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു കാര്യം ഞാൻ സഖാക്കളോട് പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വി.ഡി. സതീശൻ എല്ലാ പൊതുയോഗത്തിലും പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ഭരണം പൂർത്തിയാക്കപ്പെടുന്ന ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം പോയി പ്രസംഗിച്ചത് നല്ല ഇടതുപക്ഷക്കാരെ കണ്ടാൽ കോൺഗ്രസുകാരെ നിങ്ങൾ ചിരിച്ചു കാണിക്കണം എന്ന്. ആരെ നോക്കിയാൽ ചിരിച്ചു കാണിക്കണമെന്ന് വി.ഡി. സതീശൻ പിന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ഇക്കാലം അത്രയും ഉറച്ചു നിന്ന് അധികാരം കിട്ടാത്തതിന്റെ പേരിൽ, ഏതെങ്കിലുമൊക്കെ അധികാര കസേരകൾ കിട്ടാത്തതിന്റെ പേരിൽ മോഹബന്ധം വന്ന ആരെങ്കിലും ഇടതുപക്ഷത്തുണ്ടെങ്കിൽ അവരെ നോക്കി ചിരിച്ചു കാണിച്ച് വലയിലാക്കി കൊണ്ടുപോകണം എന്നാണ് അന്ന് വി.ഡി. സതീശൻ പ്രസംഗിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അധികാരത്തിലെത്തി, UDF അധികാരത്തിലെത്തി 2.5 മാസം കഴിയുമ്പോ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നല്ല ലീഗുകാരുണ്ടല്ലോ, ഇവിടെ പ്രവർത്തിക്കുന്ന നല്ല ലീഗുകാരെ കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മടിയുമില്ലാതെ നിങ്ങൾ മനസ്സ് തുറന്ന് ആ ലീഗുകാരെ നോക്കി ചിരിച്ചു കാണിച്ചോ. ഒന്നാ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ ഇത് അനുഭവിക്കണം എന്നതാണ്. 2, ആ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എഴുതി വെച്ചോ. വി.ഡി. സതീശൻ എന്ന ആർഎസ്എസ്കാരൻ നേതൃത്വം കൊടുക്കുന്ന ഈ UDF ഗവൺമെന്റിനെ ഈ കേരളത്തിനകത്ത് ആദ്യം തള്ളിപ്പറയാൻ പോകുന്നത് അവരെ അധികാരത്തിലെത്തിയിരുന്നത് ഓവർടൈം പണിയെടുത്ത ജമാഅത്ത് ഇസ്ലാമിയും ഈ ലീഗുകാരനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടതില്ല. ലീഗുകാരന് തടിക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലീഗുകാരന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ സർക്കാർ ഞമ്മന്റെ സർക്കാരല്ല, അത് മറ്റേ ആർഎസ്എസ്കാരന്റെ സർക്കാരാണ് എന്ന്. സ്വർഗത്തിലേക്ക് വിസയും എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ലീഗുകാരൻ. എന്റെ ലീഗുകാരാ, വി.ഡി. സതീശൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇനി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആർഎസ്എസിന്റെ ആഫീസിൽ പോയിട്ട് വിസ വലിക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലെ ലീഗുകാരന് വന്നിരിക്കുന്നതെന്ന് ഒന്ന് ഓർത്താൻ നന്നായിരിക്കും. കള്ളം പറഞ്ഞതിന്, അസത്യം പ്രചരിപ്പിച്ചതിന്, അപവാദങ്ങൾ പറഞ്ഞതിന്, ഈ രാജ്യത്ത് മതവിശ്വാസത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലീഗ് അതേ ദൈവവിശ്വാസത്തെ ഓർമ്മിപ്പിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, കള്ളം ഒരു ദൈവവിശ്വാസവും പിന്തുണയ്ക്കുന്ന കാര്യമല്ല. കള്ളം ലോകത്തെ ഒരു മതവിശ്വാസവും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇടതുപക്ഷത്തെ ആർഎസ്എസുമായി ബന്ധിപ്പിക്കാൻ നിങ്ങൾ ഈ കേരളത്തിനകത്ത് പ്രചരിപ്പിച്ച ഓരോ നുണകളെയും സാക്ഷി നിർത്തി ഞാൻ ഇവിടുത്തെ ലീഗുകാരനോടും ജമാഅത്ത് ഇസ്ലാമിക്കാരോടും പറയുന്നു, ഇസ്ലാം ഉറക്കെ പ്രഖ്യാപിക്കുന്ന സത്യം കള്ളങ്ങൾക്കെതിരായ സമരമാണെങ്കിൽ കള്ളത്തരം മാത്രം പ്രചരിപ്പിച്ച് നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലീഗുകാരാ, നിങ്ങൾ ബോധ്യപ്പെട്ടോ. ചാവാത്ത പുഴുവും കെടാത്ത തീയും ഒരുക്കിയാണ് പടച്ചോൻ ഈ കള്ളം പറഞ്ഞ ലീഗുകാരനെ UDF ഭരിക്കുമ്പോ ഈ കേരളത്തിൽ നേടാൻ പോകുന്നത്. ഒരു സംശയവും സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടതില്ല. നമ്മുടെ പോരാട്ടം വർഗീയതക്കെതിരായിട്ടാണ്. അവിടെ വർഗീയതയോട് ആരൊക്കെ സന്ധി ചെയ്യുന്നോ ആ സന്ധി ചെയ്യുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. വർഗീയതക്കെതിരായി പോരാട്ടം ഹൃദയ ജീവിതത്തിന്റെ, ജീവരക്തത്തിന്റെ, പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാക്കിയവരാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ. ആ ഇടതുപക്ഷം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തോട് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോ ഒരു വർഗീയ കലാപം നടത്താൻ നിങ്ങൾക്ക് ഈ കേരളത്തിലെ മണ്ണിൽ ഒരുക്കം നടത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആവോളം കുറ്റം പറഞ്ഞ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന, ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഈ കേരളത്തിൽ മാത്രമാണ് ഒരു വർഗീയ കലാപം പോലും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നതെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ഇന്നും ഓർത്തെടുക്കുകയാണ്. ഇപ്പൊ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോയത് കൊണ്ട് വർഗീയ കലാപങ്ങളുടെ വിളനിലമായി ഈ കേരളത്തെ മാറ്റാമെന്ന് ഏതെങ്കിലും ആർഎസ്എസ്കാരൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിന് കുടപിടിക്കാമെന്ന് ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതിന് രാഷ്ട്രീയമായ സംരക്ഷണം എടുക്കാമെന്ന് കേരളം ഭരിക്കുന്ന
UDF-ന്റെ ഭാഗമായ ഏതെങ്കിലും പൊന്നുതമ്പുരാൻ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ഒരധികാരത്തിന്റെ ഭാരവുമില്ലാത്ത ഇടതുപക്ഷം DYFI-യുടെ ഈ സമരവേദിയിൽ പ്രഖ്യാപിക്കുന്നു, വർഗീയ അജണ്ടയുമായി ഈ കേരളത്തിലെ മനുഷ്യരെ വിഭജിക്കാൻ, വർഗീയത തടമാടാൻ, ഈ കേരളത്തിലെ മണ്ണിൽ വിളയൊരുക്കാൻ RSSകാരനല്ല ഇനി ഏത് വർഗീയവാദി ഈ കേരളത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും ആ ഇറങ്ങി പുറപ്പെടുന്നവന്റെ നടുവടി ചടിക്കാൻ ഇവിടെ നട്ടമുള്ള ഇടതുപക്ഷക്കാരുണ്ട്, അവർക്ക് നേതൃത്വം കൊടുക്കാൻ DYFI-ക്കാരുണ്ട് എന്നതാണ് ഈ യങ് ഇന്ത്യ സമര പ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശമെന്ന് മാത്രം നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നിരാശ വേണ്ടതില്ല. പോരാട്ട വഴിയിലാണ് നാം. ആ പോരാട്ടം വർഗീയവാദികൾക്കെതിരായ പോരാട്ടമാണ്, കുത്തക മുതലാളിമാർക്കെതിരായ പോരാട്ടമാണ്, സാമ്രാജ്യത്തിനെതിരായ പോരാട്ടമാണ്, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നവർക്കെതിരായ പോരാട്ടമാണ്. ചങ്ങലകളിൽ അകപ്പെട്ട മനുഷ്യന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിമോചനമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇടതുപക്ഷക്കാരന്റെ ജീവിത പോരാട്ടം. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങളെ സമരമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരിധികളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന, എല്ലാവരുടെയും ശബ്ദം സംഗീതമായി ആസ്വദിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ ഇന്ന് ആവശ്യപ്പെടുന്നത് എന്ന് 80ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാചരണത്തിൽ നിങ്ങൾക്ക്